നമസ്കാരം. ഫസ്റ്റ് റിപ്പോർട്ട് ഇലക്ഷൻ എക്സ്പ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ് ഉള്ളത്. ഈ സ്കൂളിൽ ഒരു വികസന പ്രശ്നം, ഒരു അഴിമതി പ്രശ്നം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്കൂളിലെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കമ്പ്യൂട്ടർ ലൈബ്രറി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്റർ ഇവിടെ തുടങ്ങിയുണ്ടായി. പക്ഷേ അതിൻ്റെ എല്ലാം നിർമ്മാണം വലിയ രീതിയിൽ ഇഴഞ്ഞു നീങ്ങിയാണ്. ആവശ്യത്തിന് കമ്പ്യൂട്ടറുകൾ എത്തിയിട്ടില്ല, അവിടെ പഠന സൗകര്യങ്ങൾ എത്തിയിട്ടില്ല, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമായ നിലയിൽ പോവുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള പ്രമീള ശശിധരൻ ചേരുകയാണ്. നമസ്കാരം മാഡം. ഈ സ്കൂളിലെ ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് അവസ്ഥ? 2014 തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ്. 8 കോടി രൂപ ചെലവഴിച്ച് ഷാഫി പറമ്പിൽ MLA ഈ പാലക്കാട് നഗരത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ വളരെ ആധുനികവൽക്കരിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെ തുടങ്ങി വെച്ചത്. പക്ഷെ അത് ഇപ്പോഴും ഇത്രയും 10 വർഷമായിട്ടും ഇത് യാതൊരു തരത്തിലും ഇന്ന് വിദ്യാർത്ഥിനികൾക്ക് വളരെയധികം പ്രയാസപ്പെടുകയാണ്. കാരണം ഫാനില്ല, റൂമുകളിൽ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ഈ ചൂടുള്ള ഈ ക്ലൈമറ്റിൽ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ബെഞ്ചുകൾ, ഡെസ്കുകൾ, അത്തരത്തിൽ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ന് രക്ഷിതാക്കളെല്ലാം നമ്മളോട് പരാതിപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 10 വർഷമായിട്ടും 2014 തുടങ്ങി വെച്ച് 10 വർഷമായിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. കാരണം വലതു മുന്നണികളും ഇടതു മുന്നണികളും വന്ന് വിദ്യാഭ്യാസ നയത്തെയും അതുപോലെ തന്നെ സ്പോർട്സിനെയും വളരെയധികം പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ വരുത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇന്ന് MLA ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും പാലക്കാട് നഗരത്തിൽ എവിടേക്കോ കുറെ ഹൈമാസ് ലൈറ്റ് വെച്ചു എന്നല്ലാതെ ഇവിടെ യാതൊരു വികസനവും പാലക്കാട് നഗരത്തിന്റെ റോഡുകളാവട്ടെ, ഇന്ന് BMBC റോഡുകൾ പാലക്കാട് നഗരത്തിൽ ഉണ്ടെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്താണ്. അത്തരത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടെയാണ്. ഇവിടെ നല്ലൊരു MLA, BJPയുടെ നല്ലൊരു MLA വരികയാണെങ്കിൽ പാലക്കാട് നഗര ജനതയ്ക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ വളരെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണെങ്കിൽ റീൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഈ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും അവരോട് ഹൈഫൈ പറയുന്നതും അങ്ങനത്തെ റീൽസുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ ഈ റീൽസിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റീൽസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പാലക്കാട് ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അത് അറിയാം. ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് രണ്ടാമതും വീണ്ടും ജയിച്ച ശേഷം വയനാട്ടിലേക്ക് MP ആയിട്ട് വയനാട്ടിലേക്ക് പോകുകയും അതിനുശേഷം വന്ന MLA ഇവിടെ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് പാലക്കാടൻ ജനതയ്ക്ക് അറിയാം. അപ്പൊ അതും റീൽസുകാരൻ തന്നെ. കാരണം ഷാഫി പറമ്പിൽ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളോട് ഹൈ പറയുക, അതുമാതിരി നിന്ന് ഫോട്ടോ എടുക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് യാതൊരു വികസന പദ്ധതികളും പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറായിട്ടില്ല. ഈ നിയോജക മണ്ഡലത്തിനെ കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഈ സ്കൂളിൽ ഈ പ്രൊജക്ട് യഥാർത്ഥത്തിൽ എത്ര വർഷത്തിനുള്ളിൽ നടപ്പാക്കേണ്ടതായിരുന്നു? അത് എന്തായിരുന്നു ആ പ്രൊജക്ട് എന്നുള്ളത് അറിയോ? 3 വർഷം കൊണ്ട് നടപ്പിലാക്കണം. 8 കോടി രൂപയുടെയാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും ആധുനികവൽക്കരിച്ചിട്ടുള്ള ഒരു സ്കൂളാക്കും എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. യാതൊരു തരത്തിലും ഒരു പുരോഗമന പ്രവർത്തനങ്ങളും ക്ലാസ് മുറികളിൽ പോയാൽ കാണാൻ പറ്റില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലാക്ക് ബോർഡുകളില്ല, കമ്പ്യൂട്ടർ വെക്കാനുള്ള പരിമിതികളില്ല. അത്തരത്തിൽ കുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. കാരണം യാതൊരു ആധുനിക തരത്തിൽ ഇന്ന് പെൺകുട്ടികൾക്ക് നമുക്കറിയാം, ഇന്ന് പെൺകുട്ടികൾ ഹൈ ലെവലിൽ ഇന്ന് IAS-ഉം IPS-ഉം ഒക്കെ മേടിച്ചു വരുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ നല്ല സ്കൂളുകളിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച് വന്ന് ഒരു IAS-ഓ IPS-ഓ ആയിട്ട് വരുന്ന കുട്ടികളെ ഇത്രയും അധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ പഠിച്ചു വരുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. മനസ്സിലാക്കുന്ന ചേച്ചിന്റെ മകളൊക്കെ ഇവിടെ പഠിച്ചാണ്. അന്നത്തെ വികസനം തന്നെയാണോ ഇന്നും? അതിലൊരു മാറ്റം വന്നിട്ടില്ല. അന്ന് ഡിജിറ്റലൈസേഷൻ ഇല്ല. അന്ന് ഞാനും ഈ സ്കൂളിലാണ് പഠിച്ചത്. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിയാണ്. അന്ന് പക്ഷേ ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് ആ അന്തരീക്ഷത്തിന് തന്നെ ഭംഗം വരുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഭാഗത്തെ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ബെഞ്ചുകള്, ഡെസ്കുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങള്.
എന്തായാലും നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രോട്ടോകോൾ നിലനിൽക്കുന്ന കാരണം തന്നെ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കണമെന്നുള്ള ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തതിൻ്റെ പരിമിതി ഇതാണ്. ഇലക്ഷൻ പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമുക്ക് സ്കൂളിൻ്റെ ഉള്ളിൽ പെർമിഷൻ ചോദിച്ചിട്ടും നമുക്ക് അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കാത്തത് എന്ന് പ്രേക്ഷകരോട് വ്യസനപൂർവ്വം പറയുകയാണ്. പാലക്കാട് നിന്നും ക്യാമറമാൻ സാഗറിനോടൊപ്പം അർജുൻ സി വനജ്.